വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും വാപ്പ പോയി റിച്ചുവിനെ റയാനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റിച്ചു ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇന്ന് ട്യൂഷൻ ഉണ്ടോ എന്നാണ് കേട്ടോ. ട്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പിന്നെ രണ്ടുപേർക്ക് ഫുഡൊക്കെ വാരി കൊടുത്തതിന് ശേഷം റയഹാൻ നേരെ മദ്രസയിലേക്ക് പോകട്ടെ. 4:30 ആയിട്ടുണ്ടായിരുന്നു. 27-ാം തീയതി എക്സാമാണ്. ആ 27-ാം തീയതി വരെ അവനിക്ക് മദ്രസയിൽ ടെസ്റ്റ് പേപ്പർ ഉസ്താദ് നടത്തുന്നുണ്ട്. അത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ വാപ്പ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ റിച്ചുവിനെ മേലൊക്കെ കഴിച്ചെടുത്ത് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. റിച്ചു അതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്നോട് ചോദിക്കുന്ന വേറൊന്നുമല്ല, ഇന്ന് ട്യൂഷന് പോകുമ്പോൾ ഉമ്മി അവിടെ ഇരിക്കുമോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ കുറച്ച് നേരം ഞാൻ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങി വരും, എനിക്ക് പച്ചരിയൊക്കെ അരച്ച് വെക്കാറുണ്ട്, നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെന്നൊക്കെ പറയുമ്പോൾ അവൻ എന്നോട് ചോദിക്കുകയാണ്, ഉമ്മി എന്നാൽ പച്ചരിയൊക്കെ അരച്ചിട്ട് വീണ്ടും അങ്ങോട്ട് വരുമോ എൻ്റെ അടുത്ത് ഇരിക്കാനായിട്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞ് വരാം, മോനെ വിളിക്കാനായിട്ട് ഉമ്മിച്ചി വരുമല്ലോ, ഇന്നലെ ഞാൻ അങ്ങനെ വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് സമാധാനപ്പെടുത്തിയിട്ട് ഉണ്ടെന്നാലും ആൾക്ക് സമാധാനമൊന്നും ആയിട്ടില്ല. ചെറുതായിട്ടൊരു സങ്കടവും ചെറിയൊരു കരച്ചിലൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഉടുപ്പിട്ട് കൊടുത്തിട്ട് മുടിയൊക്കെ ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട്. മുടിയൊക്കെ ചീകി എല്ലാം ഒരുക്കിയതിന് ശേഷം ഇച്ചിരി പൗഡർ ഇട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചു. അന്നേരം ഇടയ്ക്കൂടെ ഒരു ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ, ഒരു കുണുങ്ങലും ഒക്കെ ഉണ്ട്, സങ്കടവും ഉണ്ട്. പിന്നെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡാൻസ് ഉള്ളതാണല്ലോ, അറിയാമല്ലോ നിങ്ങൾക്ക്. അങ്ങനെ എന്തായാലും ഞാൻ പൗഡറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇച്ചിരി സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഖത്തൊക്കെ പൗഡർ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ എൻ്റെ ഷാൾ വെച്ച് അതൊക്കെ ഒന്ന് തൂത്ത് മാറ്റിയതിന് ശേഷം ഇച്ചിരി സ്പ്രേ അടിച്ചു കൊടുക്കാമെന്ന് കരുതി ഇച്ചിരി സ്പ്രേ എടുത്ത് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഒരുക്കി ഇപ്പം വലിയ എന്താ പറയുക, ആ ഒരു മൈൻഡ് അങ്ങ് മാറി, ട്യൂഷന് പോകാം എന്നൊക്കെ ആയി, ആ സങ്കടമൊക്കെ മാറി. പിന്നെ പെട്ടെന്ന് തന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങിയ സമയത്ത്. ഒരു ഉച്ചയായപ്പോൾ തുടങ്ങിയ മഴയാണ് കേട്ടോ. മഴയ്ക്കൊരു ശമനവും ഇല്ല, മഴ വന്നും പോയി തന്നെ ഇരിക്കുന്നു. പെട്ടെന്ന് തന്നെ പിന്നെ എന്തായാലും ഞാനൊരു കുടയൊക്കെ എടുത്ത് കൈ കൊടുത്ത് ഞാനൊരു കുടയായിട്ട് നേരെ ട്യൂഷൻ വീട്ടിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ട്യൂഷൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചറമ്മ ഇരിപ്പുണ്ടായിരുന്നു. ടീച്ചറമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് പൊയ്ക്കോളാൻ പറഞ്ഞ് കൈ കാണിച്ചിട്ടുണ്ട്. ഞാൻ പതുക്കെ സ്കൂട്ടായി കേട്ടോ അവിടുന്ന്. അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് നാളത്തേക്കുള്ള പച്ചരി ഞാൻ അരച്ച് വെക്കാമെന്ന് കരുതി കേട്ടോ. നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഇപ്പോൾ പച്ചരി കിട്ടാൻ ഭയങ്കര പാടാണ്. ഇന്ന് വാപ്പ റേഷൻ കടയിൽ പോയപ്പോൾ നമുക്ക് കുറച്ച് പച്ചരി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കയ്യോടെ അതങ്ങ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നാളെ ദോശയാക്കാമെന്ന് കരുതി. ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ പച്ചരിയൊക്കെ ഒന്ന് അരച്ച് മാറ്റാമെന്ന് കരുതി കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ മിക്സി എനിക്കൊരു പണി തന്നു. ഓവർലോഡ് ആയത് കാരണം മിക്സി ഓവർലോഡ് ആയത് കാരണം പണി തന്നു കേട്ടോ, വർക്കാവുന്നില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇച്ചിരി കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് വെട്ടി തിളച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തേയിലപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. തേയിലപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഉമ്മായിക്ക് മധുരമില്ലാതെ എനിക്ക് മധുരം ഇട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ മിക്സി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വർക്കാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ മാവും കാര്യങ്ങളും എല്ലാം അരച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് കട്ടൻ ചായയായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സിറ്റ് ഔട്ടിൽ വന്നപ്പോഴത്തേക്കും നല്ല മഴച്ചാറ്റിലുണ്ടായിരുന്നു. ഞാൻ ആ ചൂടോടെ ആ കട്ടൻ ചായ കുടിച്ചു. ഉമ്മ നിസ്കാരം കഴിഞ്ഞ് അവിടെ റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ആ സമയം കൊണ്ട് കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേണ്ട വാപ്പ കടിക്കാനുള്ളത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉള്ളി ബജിയും ഏത്തക്കാപ്പുമാണ് കേട്ടോ കൊണ്ടുവന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.